എനിക്ക് ബൈപോളാർ ഡിസോർഡർ മെന്റൽ പ്രോബ്ലം ആണ്, ഇത് മാറുമോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ബൈപോളാർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ബൈപോളാർ എഫക്റ്റീവ് ഡിസോർഡർ BPAD എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് മൂഡ് ഡിസോർഡർ ആണ്. അതായത് നമ്മളുടെ മൂഡ് ഇമോഷൻസ് മാറി മാറി, അതായത് രണ്ട് പോളിലായിരിക്കും ഇതുണ്ടാവുക. അതുകൊണ്ടാണ് ഇതിനെ ബൈപോളാർ എന്ന് പറയുന്നത്. ഒന്നുകിൽ നമ്മൾ മാനിക് സ്റ്റേജിൽ അല്ലെങ്കിൽ ഉന്മാദാവസ്ഥ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലും, അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേറ്റ്, അല്ലെങ്കിൽ വിഷാദാവസ്ഥ എന്ന് പറയുന്ന ഈ രണ്ട് പോളിലായിരിക്കും നമ്മളുടെ ഈ ഒരു BPAD അല്ലെങ്കിൽ ബൈപോളാർ ഉള്ള ആൾക്കാർ പൊതുവേ ഉണ്ടാവുക. നമ്മൾ സൈക്കോസിസ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഡിസോർഡർ ആണിത്. അപ്പോൾ ഇത് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ക്യൂർ നമുക്ക് ഒരു മാൻഡേറ്ററി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഡിസോർഡർ അല്ല. പക്ഷേ തെറാപ്പി മെഡിസിൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്കിത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നമ്മൾ യൂഷ്വലി IPSRT എന്ന് പറഞ്ഞ തെറാപ്പിയാണ് ഇതിന് ചെയ്യുക. അതായത് ഈ ഒരു സിംറ്റംസ് വേഴ്സ്റ്റ് ആവാതെ എപ്പോഴൊക്കെയാണ് നമ്മളുടെ മൂഡ് മാറുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു തെറാപ്പിയാണ്. പൊതുവേ ഈ BPADയിൽ ഞാൻ പറഞ്ഞല്ലോ മാനിക് സ്റ്റേജും ഡിപ്രഷൻ സ്റ്റേജും ആണ് ഉണ്ടാവുക. മാനിക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ഭയങ്കര എനർജി കൂടിയ പോലെ, ഉറക്കമൊക്കെ കുറവായിരിക്കും, സ്പീഡിൽ സംസാരിക്കും, സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഞാൻ വലിയൊരു പവർ കിട്ടിയ പോലുള്ളൊരു ഗ്രാൻഡ്യോസിറ്റി ഫീലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, എപ്പോഴും ഭയങ്കര ക്ഷീണമായിട്ട് ഫാറ്റീഗായിട്ട് കിടന്നുറങ്ങുക, അധികം ആൾക്കാരെ കാണുന്നത് ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസാണ് ഇവിടെ കാണുക. അപ്പോൾ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ സിവിയർ ആവുന്നത് നമുക്ക് തടയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബൈപോളാർ മെന്റൽ ഡിസോർഡർ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാക്കാം? ഇപ്പൊ പുള്ളി പറഞ്ഞല്ലോ എനിക്ക് അതാണെന്ന് പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മൂഡ് ഷിഫ്റ്റ് നമുക്ക് യൂഷ്വൽ അല്ലാത്ത രീതിയിൽ പെർസീവ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ ചില സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര ഡൗൺ ആയിരിക്കും. പൊതുവേ ഇത് നോട്ടീസ് ചെയ്യാറ് കൂടുള്ള ആൾക്കാരാണ്. പക്ഷെ ചില കേസിൽ അവരവർ തന്നെ എനിക്ക് ഇഷ്യൂസ് ഉണ്ട്, എന്തോ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ബൈ ഓൺ ക്ലിനിക്കിൽ വരാറുമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷിഫ്റ്റ് വരുമ്പോഴാണ് നമ്മൾ യൂഷ്വലി ഇങ്ങനെ എന്തെങ്കിലും ഒരു മൂഡ് ഡിസോർഡറിൻ്റെ ഇഷ്യൂ ഉണ്ടോ എന്നത് ശ്രദ്ധിക്കാം. മിക്ക ആളുകളും ചിലപ്പോൾ ഈ ഒരു ഡിപ്രഷൻ ഫേസിൽ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ കൺസൾട്ടേഷന് വരിക. കാരണം മാനിക് എപ്പിസോഡിൽ നിൽക്കുമ്പം അവർക്ക് അതിൻ്റെ ഒരു നീഡ് തോന്നില്ല. കാരണം അവർക്ക് ഭയങ്കര എനർജി ആയിരിക്കും, ക്രിയേറ്റിവിറ്റി കൂടും, അവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ ആക്ടിവിറ്റീസിലൊക്കെ നന്നായിട്ട് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഡിപ്രഷൻ ഫേസിലേക്ക് വരുമ്പം മൊത്തമായിട്ട് ഡൗൺ ആകും. ആ ഒരു ഫേസിലാണ് അവർക്ക് ലോ മൂഡ് ആവുന്നതും അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നതും. അപ്പോൾ ഒരു ഡിസ്ക്രിപ്പൻസി അവർക്ക് മനസ്സിലാവും, ഡിഫറൻസ് അവർക്ക് മനസ്സിലാവാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആ ഡിപ്രഷൻ ഫേസിലുള്ളവരാണ് ചിലപ്പം കൂടുതലായിട്ട് ക്ലയൻസ് വരാറ് തെറാപ്പിക്ക് എടുക്കാൻ. അതാണ് അവരെ കൂടുതൽ എഫക്ട് ചെയ്യാറ്. പല മാനിക് സ്റ്റേറ്റുകളും നല്ലതായിട്ട് വരാറുണ്ട്. അതായത് അവരുടെ ബിസിനസ് പ്ലാനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം, മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടാസ്കുകളൊക്കെ പെട്ടെന്ന് തീർക്കും. അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഹൈ ആയി നിന്ന ഒരാൾ പെട്ടെന്ന് ലോ ആവുമ്പോഴേക്കും അവർ എന്തോ വ്യത്യാസമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്നുണ്ടാവും. അങ്ങനെയാണ് വരാറ് പൊതുവെ. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ADHD പറ്റി ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ADHD റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ വീക്കും വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിലേക്ക് പോവാം. ADHD എങ്ങനെയാണ് മനസ്സിലാക്കുക? ഈ ഫഹദ് ഫാസിലിൻ്റെ ഈ അടുത്തുള്ള സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിന് ADHD ഡയഗ്നോസ്ഡ് ആണെന്ന്. അതിനുശേഷം ഈ ഒരു ADHD പറ്റുള്ള കാര്യങ്ങൾ ഭയങ്കര വൈറലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പം ADHD നമ്മൾ യൂഷ്വലി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പല ടൈപ്പിൽ പറയും. അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള വേറെ ആൾക്കാർ, പിന്നെ ഇത് മിക്സഡ് ആയിട്ടുള്ള ടൈപ്പ്, അങ്ങനെയാണ് ഉണ്ടാവുക. യൂഷ്വലി ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയാം, നമുക്ക് അറ്റൻഷൻ ഫോക്കസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഒരു കാര്യം കുറേ നേരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ആയി പോവുക. പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ പറയുമ്പം ടേൺസ് വെയിറ്റ് ചെയ്യാൻ പറ്റാതെ ചാടി കയറിയ കുറച്ച് നേരം നമ്മൾ സീറ്റിലേക്ക് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇറിറ്റേഷൻസ്. അപ്പോൾ നമ്മൾ ടേൺസ് വെയിറ്റ് ചെയ്യാൻ പറ്റാതെ മാറി മാറി പോവുക, അങ്ങനെയുള്ള കുറച്ച് സിംറ്റംസ് ആണ് യൂഷ്വലി ADHDയിൽ കാണാറുള്ളത്. കൂടുതലായിട്ടും ഈ ഒരു അറ്റൻഷൻ സസ്റ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം നമ്മൾ ADHD ഉണ്ടോ എന്നുള്ളൊരു സാധനം സംശയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അഡൽട്ട് ADHDയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ കുറച്ചൊരു ഡിഫറെൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കുട്ടികളിൽ കാണുന്ന പോലെ അടങ്ങിയിരിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് അടിയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ട് ആ ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ അഡൽട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നത്. അവർക്കിപ്പോൾ വർക്ക് സെറ്റിങ്ങിലൊക്കെ ആൾക്കാരാണെങ്കിൽ അവർക്ക് ചിലപ്പം ഇൻഫർമേഷൻ ഓഡിയോ പ്രോസസ്സിങ് ഭയങ്കര കുറവായിരിക്കും. ഒരാൾ പറയുന്ന കാര്യം ചിലപ്പോൾ അത് പ്രോസസ്സ് ചെയ്ത് വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ എന്നോടൊരു ക്ലയൻറ്റ് പറഞ്ഞിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും A to Z എനിക്ക് എഴുതി വെക്കണം, അല്ലേ എനിക്ക് പറ്റില്ല, എനിക്ക് ഒരാൾ പറയുന്ന കേട്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്നല്ല എനിക്ക് മനസ്സിലാവില്ല.
ഓക്കെ. അപ്പോൾ ആ പ്രോസസ്സിങ്ങിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും. അതേപോലെ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഫിഡ്ജറ്റിങ്. അതായത് കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക, അതിൽ തന്നെ കോൺസെൻട്രേറ്റഡ് ആവുക, അപ്പോൾ വർക്കിൽ സ്ലോ ഡൗൺ ആവുക, ഇമോഷൻസിൽ ഭയങ്കര ഡിഫറൻസ് വരിക, അതായത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടൊക്കെ. അപ്പം ചിലപ്പം ചോദിക്കാറുണ്ട് ചെറുപ്പത്തിൽ ADHD ഉള്ളതുകൊണ്ടാണോ ഈ അഡൽട്ട് ഫോമിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിർബന്ധമില്ല. അതായത് ചെറുപ്പത്തിൽ ചിലപ്പോൾ ADHDൻ്റെ സിംറ്റംസ് ഒന്നും ഇല്ലാണ്ട് തന്നെ അഡൽട്ട്ഹുഡിൽ ഇത് വരുന്നതായിട്ട് കാണാറുണ്ട്. ഇത് എങ്ങനെയാ ശരിക്കും ADHD വരുന്നത്? പാരമ്പര്യമായിട്ടാണോ അതോ? അത് ഡിപ്പെൻസ് ആണ്. നമ്മളിപ്പോൾ ഏത് മെൻ്റൽ ഡിസോർഡർ പറയുകയാണെങ്കിലും നമ്മൾ 3 കാറ്റഗറിയിലാണ് പറയാം. ഒന്നെങ്കിൽ ജനറ്റിക് ഫോം വരാം, അതായത് നമ്മളെ ഫാമിലിയിൽ ഒരു 2 ജനറേഷൻസ് വരെ. ഓക്കെ, അതിൽ ഏത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് വരാനുള്ള ചാൻസസും ഉണ്ട്. പിന്നെ വരുന്നതാണ് ഹോർമോണൽ ഇംബാലൻസ് കാര്യങ്ങളൊക്കെ, അതായത് ഹോർമോൺസിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ADHD വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വരുന്നൊരു കാര്യമാണ് നമുക്ക് എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സ്, എന്തെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ മെൻ്റൽ ഡിസോർഡർ വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, പ്രോബ്ലം സോൾവിൽ ഇനി ചെറിയൊരു ബ്രേക്ക്.